യോഗയിലൂടെ ചിത്തവൃത്തിയെ നിരോധിക്കപ്പെടുന്നു. ഒരുവൻ യോഗ ചെയ്യുമ്പോഴേ സമസ്ഥിതി ഏർപ്പെടുന്നു. സമസ്ഥിതി എന്ന് പറഞ്ഞാൽ അവന്റെ നാച്ചുറൽ സ്ഥിതി, അവന്റെ പ്രകൃതം, അവന്റെ സ്വരൂപം, അതിലോട് ചേരലാണ് യോഗം. അപ്പൊ പ്രാണനെ അവൻ അഭ്യസിച്ചാൽ അവൻ മനസ്സിനെ നിയന്ത്രിക്കും. മനസ്സിനെ നല്ലവണ്ണം നിയന്ത്രിച്ച് ഇരിക്കണവന് വിജ്ഞാനമുണ്ടാവും. മനസ്സിന്റെ സൂക്ഷ്മമാണ് ബുദ്ധി, ബുദ്ധിയുടെ സ്ഥൂലമാണ് മനസ്സ്. അതുകൊണ്ട് ബുദ്ധി ഭ്രമിച്ചു പോയാൽ മനസ്സ് എവിടെയെങ്കിലൊക്കെ ഓടും. നല്ല തെളിഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിൽ, ഈശ്വരധ്യാനം ചെയ്യണ ഒരു ബുദ്ധിയാണെങ്കിൽ മനസ്സ് ഈശ്വരനെ തേടും. കാണുന്നതെല്ലാം ഈശ്വരനാവും. പ്രഹ്ലാദനെ നോക്കൂ, കാണുന്നതെല്ലാം ഈശ്വരൻ. അതേ വീട്ടിൽ താമസിക്കുന്ന ഹിരണ്യകശിപോ എവിടേക്കോ യാത്ര ചെയ്ത് നോക്കി, ഈശ്വരനെ തേടി, എവിടെ കിട്ടിയോ ഇല്ല.